നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫിലെ നിയമങ്ങൾ കടുകട്ടിയാണ്. പൈതൃകത്തെ കൈകോർത്ത് പിടിച്ച് കുതിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു പ്രധാന മുന്നറിയിപ്പാണ് പറയാൻ പോകുന്നത്. അതായത് യുഎയിലും ഗൾഫ് രാജ്യങ്ങളിലും വെർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്കുകൾ അഥവാ VPN ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രാജ്യങ്ങളിൽ നിയന്ത്രണമുള്ള ഡേറ്റിംഗ്, ചൂതാട്ട, അശ്ലീല വെബ്സൈറ്റുകൾ സന്ദർശിക്കുന്നതിനും വീഡിയോ ഓഡിയോ കോളിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നതിനുമാണ് വലിയൊരു വിഭാഗം VPN ഉപയോഗിച്ചു വരുന്നത്. അങ്ങനെ ഗൾഫിൽ VPN ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ ഈ വർഷത്തിന്റെ ആദ്യപാദത്തിൽ മുൻ വർഷത്തെ ഇതേ സമയത്തേക്കാൾ 30% വർധനവുണ്ടായെന്ന് നോഡ് സെക്യൂരിറ്റി ഡാറ്റ പറയുന്നു. യുഎയിൽ 36% വളർച്ചയാണ് ഉണ്ടായത്. നിരോധിത വെബ്സൈറ്റുകൾ ഉപയോഗിക്കാനാണ് കൂടുതൽ പേരും VPN ഉപയോഗിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഗൾഫ് രാജ്യങ്ങളിലുള്ള പ്രവാസികളിൽ നല്ലൊരു ശതമാനം പേരും വാട്സപ്പ്, സ്കൈപ്പ്, ഫേസ് ടൈം, ഡിസ്കോഡ് തുടങ്ങിയ ജനപ്രിയ ഓഡിയോ വീഡിയോ ആപ്പുകൾ ഉപയോഗിക്കാൻ VPNന്റെ സഹായം തേടുന്നുണ്ട്. ഇതുകൂടാതെ ചില ഡേറ്റിംഗ് വെബ്സൈറ്റുകൾ, ചൂതാട്ട വെബ്സൈറ്റുകൾ, അശ്ലീല വെബ്സൈറ്റുകൾ എന്നിവ സന്ദർശിക്കാനും ലഹരി ഇടപാടുകൾക്കും VoIP വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാനും VPN ഉപയോഗിക്കുന്നുവെന്ന് നോഡ് സെക്യൂരിറ്റി വ്യക്തമാക്കുന്നു. അതേസമയം സർക്കാരും ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് യുഎയിൽ VPN ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. കമ്പനികൾ, വിവിധ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ എന്നിവയ്ക്ക് ആഭ്യന്തര ആവശ്യങ്ങൾക്ക് VPN ഉപയോഗിക്കാമെന്ന് DDRA 2016 ഓഗസ്റ്റ് 1 വ്യക്തമാക്കിയിരുന്നുവെന്നും ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ VPN ദുരുപയോഗം ചെയ്താൽ യുഎയിൽ ശക്തമായ ശിക്ഷയുണ്ട്. VPN ഉപയോഗിച്ച് IP അഡ്രസ് മറച്ചുവെച്ച് US സർക്കാർ നിരോധിച്ച ഓഡിയോ വീഡിയോ ആപ്പുകൾ, ഡേറ്റിംഗ് വെബ്സൈറ്റുകൾ, ചൂതാട്ട വെബ്സൈറ്റുകൾ, അശ്ലീല വെബ്സൈറ്റുകൾ എന്നിവ സന്ദർശിക്കുന്നത് നിയമവിരുദ്ധമാണ്. US സൈബർ നിയമം ആർട്ടിക്കിൾ 10 പ്രകാരം VPN ദുരുപയോഗം ചെയ്താൽ ജയിൽ ശിക്ഷയും 50 ലക്ഷം ദിർഹം മുതൽ 2 ദശലക്ഷം ദിർഹം വരെ പിഴയും ലഭിച്ചേക്കാം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.